ഗ്രാമീണം പാട്ടിൻ്റെ വഴി 9-ാം ലക്കം ദേവരാജൻ സ്മൃതിയുടെ 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവരാജൻ ആദ്യമായി സംഗീതം ചെയ്തത് കാലം മാറുന്നു എന്ന ചിത്രത്തിനു വേണ്ടി 1955-ലാണ്. അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ ചിത്രം, അല്ലെങ്കിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച 2-ാമത്തെ ചിത്രം 1959, 4 വർഷത്തിന് ശേഷമാണ്. പക്ഷേ ഈ ഒരു കാലയളവിനുള്ളിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സംഗീത കച്ചേരികളിൽ അദ്ദേഹം വ്യാപരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 2-ാമത്തെ ചിത്രം എന്ന് പറയുന്നത് ചതുരംഗം എന്ന ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പ്രത്യേകത, ആ ചിത്രത്തിലാണ് വയലാറുമായി ചേർന്ന് മലയാള സിനിമയിൽ ആദ്യമായി ദേവരാജൻ സംഗീതമൊരുക്കുന്നത് എന്നതാണ്. ആ ചിത്രത്തിലെ വളരെ പോപ്പുലറായ ഒരു ഗാനമുണ്ട്, വാസന്തരാവിൻ്റെ വാതിൽ തുറന്നു വരും വാടാമലർക്കിളിയെ എന്ന ഗാനം. ഒരർത്ഥത്തിൽ വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളുടെ ഗാന വസന്തത്തിൻ്റെ നാന്ദി കൂടിയായി ആ ഗാനം. ദേവരാജനും വയലാറും ഒരുമിച്ച സിനിമ ഇതാണെങ്കിലും അവരാദ്യമായി ഒരുമിച്ച ഗാനം ഇതിലെ ഗാനങ്ങളായിരുന്നില്ല. അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയുമായിരുന്നില്ല. അവരാദ്യമായി ഒരുമിക്കുന്നത് ബലികുടീരങ്ങളെ എന്ന ഗാനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഗാനം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വയലാർ ദേവരാജൻ ആ ദ്വയം ആദ്യമായി ഒന്നിക്കുന്നത്. അത് 1956-ലോ 57-ലോ ആണ്. AITUCയുടെ ഒരു സമ്മേളനം എറണാകുളത്ത് നടക്കുന്നു. സ്വാഭാവികമായും അന്ന് അതിൻ്റെ ഒരു സ്വാഗതഗാനമായി ഒരു ഗാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ സംഘാടകരുടെ മുന്നിലേക്ക് വന്ന പേര് ONV ദേവരാജൻ എന്നത് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ONVക്ക് ജോലി കിട്ടിയ ആ സമയത്ത് ചില പരിമിതികളുണ്ടായിരുന്നു. ഗാനരചന, പാർട്ടി സംബന്ധമായ പരിപാടികളിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിന്, അത്തരത്തിലുള്ള ഗാനങ്ങൾ എഴുതുന്നതിന് ചില വിലക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് ONV തന്നെയാണ് ദേവരാജനെയും കൂട്ടി രാഘവപ്പറമ്പിലേക്ക് പോകുന്നതും വയലാറുമായി അങ്ങനെ അവർ ആദ്യത്തെ ഗാനത്തിന് വേദിയൊരുക്കുന്നതും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വേറെയും ഒരു അഭിപ്രായം പലരും എഴുതി കണ്ടിട്ടുണ്ട്. ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് ഭാരതത്തിൻ്റെ 1-ാം സ്വാതന്ത്ര്യ സമരം 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 100-ാം വർഷം, അതിൻ്റെ സെൻറ്റിനറി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ, സെൻറ്റിനറി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ ചടങ്ങിൽ, അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്ത ചടങ്ങാണ് VJT ഹാളിൽ വെച്ച് നടന്ന ആ ഒരു ചടങ്ങ്. അതിനുവേണ്ടിയാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് എന്നും ചിലരൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. എന്തായാലും ആദ്യമായി ദേവരാജനും വയലാറും ഒരുമിച്ച ഗാനം നമ്മളീ പറഞ്ഞ ബലികുടീരങ്ങളെ എന്നുള്ള ഗാനമായിരുന്നു. അത് വളരെ കഴിഞ്ഞിട്ടാണ്, അതിനും ഒക്കെ ശേഷമാണ് KPSCയുടെ നാടകങ്ങളുടെ, അല്ലെങ്കിൽ KPSCയുടെ അവതരണ ഗാനമായി മാറ്റപ്പെടുന്നത്. നമുക്ക് വയലാർ ദേവരാജൻ ടീമിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഗാനത്തിലേക്ക് പോകാം. ദേവരാജൻ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ള, അദ്ദേഹം ചിട്ടപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെമ്പരത്തിയിലെ അപ്രസിദ്ധമായ പാട്ട്, ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ശ്രീ സിജു ആണ്. ആ ഗാനം കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പ
പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. ചൈത്രപദ്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി ശാരദേന്ദു കലച്ചുറ്റിലും കനകപാരിജാതമലർ തൂകും. ശില്പകന്യകകൾ നിന്റെ വീഥികൾ രത്നകമ്പളം തീർക്കും. കാമമോഹിനികൾ നിന്നെയൻ ഹൃദയ കാവ്യലോക സഖിയാക്കും. മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും, നിന്നെ മൂടും. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി താങ്ക് യു സിജു. ചതുരംഗത്തിൻ്റെ റെക്കോർഡിംഗ്, അതിൻ്റെ പശ്ചാത്തല സംഗീതങ്ങളുടെ റെക്കോർഡിങ്ങിൻ്റെ അവസാന ഘട്ടം അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യൻ വന്നിട്ട് ദേവരാജ മാസ്റ്ററോട് പറഞ്ഞു, ആലപ്പുഴ നിന്ന് ട്രങ്കോൾ ഉണ്ടായിരുന്നു, കുഞ്ചാക്കോ വിളിച്ചിരുന്നു, അടിയന്തരമായി ആലപ്പുഴയിൽ എത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതനുസരിച്ച് ദേവരാജൻ ആലപ്പുഴയിലെത്തുമ്പോൾ അവിടെ ഉദയയുടെ ഉമ്മ എന്ന ചിത്രത്തിൻ്റെ പ്രാരംഭ നടപടികൾ നടക്കുകയാണ്. കുഞ്ചാക്കോയും അദ്ദേഹത്തിൻ്റെ അനിയൻ അപ്പച്ചനും ഉണ്ട്. അപ്പോൾ അവർ അതിലെ ഗാനങ്ങൾ വയലാർ ദേവരാജൻ ടീം ചെയ്യണം എന്ന താല്പര്യത്തോടെയാണ് ദേവരാജനെ ക്ഷണിച്ചത്. ദേവരാജനോട് അവർ ചോദിച്ചു, ഇതിൻ്റെ പ്രതിഫലമായിട്ട് എത്ര വേണം? ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു 5000 രൂപ വേണം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അതിത്തിരി കൂടുതലാണ്, എന്നാൽ ഒരു 1000 രൂപ കുറച്ചോളൂ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഞങ്ങളിതിൽ 2000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രതിഫലത്തിൻ്റെ പേരിൽ ആ ചിത്രത്തിൽ നിന്ന് ദേവരാജൻ ഒഴിയുന്നു. ആ ചിത്രത്തിൻ്റെ സംഗീത വിഭാഗം പിന്നെ കൈകാര്യം ചെയ്തത് പി ഭാസ്കരനും ബാബുരാജും ചേർന്നാണ്. അതിനെക്കുറിച്ച് ദേവരാജ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലെ പാട്ടുകൾ, അതിലെ മാപ്പിളപ്പാട്ടുകളുടെയൊക്കെ ആ ഒരു സംസ്കൃതിയിലുള്ള പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ തന്നെക്കാളും ആ രംഗത്ത് മെച്ചപ്പെട്ടത് ബാബുരാജാണ് എന്ന് ദേവരാജ മാസ്റ്റർ തന്നെ പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിലാണ്
കദളിവാഴ കയ്യിലിരുന്നൊരു കാക്ക ഇന്ന് വിരുന്ന് വിളിച്ചു, ആ പാട്ടൊക്കെ വരുന്നത്. അങ്ങനെ ഒരുപാട് ശ്രദ്ധേയമായ പാട്ടുകൾ ഉണ്ടായിരുന്നൊരു ചിത്രം കൂടിയാണ് ഉമ്മ. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞ് 1962 ഉദയയുടെ അടുത്ത പ്രോജക്റ്റ് വരുന്നത്. അത് കടലമ്മ എന്ന ചിത്രമാണ്. അതിൻ്റെ സമയത്ത് വീണ്ടും ദേവരാജനെ അവർ വിളിക്കുന്നു. അങ്ങനെ അതിൽ വയലാറും ദേവരാജനും ചേർന്നാണ് ഗാനങ്ങൾ ഒരുക്കിയത്. അതോടൊപ്പം തന്നെ അവർ ഒരു ചിത്രം കൂടി അതിനോടൊപ്പം തന്നെ ചെയ്തു. അത് തിരുവല്ലയിൽ അന്ന് നടന്നൊരു കൊലക്കേസിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പേര് ഭാര്യ. ഈ 2 ചിത്രങ്ങളും പൂർത്തിയായെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ഭാര്യയാണ്. ആ ചിത്രത്തിലെ ഗാനങ്ങൾ, ആ ചിത്രത്തിലെ ഗാനങ്ങളാണ് വയലാർ ദേവരാജൻ ടീമിനെ സ്ഥായിയായി മലയാളത്തിലേക്ക് ഉറപ്പിക്കുന്നത്. ശരിക്കും ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. അതുപോലെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ആ കോംബോയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരാളിനെ കൂടി അതിൽ ചേർക്കേണ്ടതുണ്ട്. അത് യേശുദാസാണ്. യേശുദാസ് ആദ്യമായി ഈ കൂട്ടുകെട്ടിൽ പാടുന്നത് എന്ന് പറയുമ്പോൾ അതിൽ പാടുന്നതിന് വേണ്ടി വളരെയധികം ശ്രമം ആവശ്യമായിട്ട് വന്നു. യേശുദാസിനെ ആ സിനിമയിൽ പാടിക്കുക എന്ന് പറയുന്ന ഒരാഗ്രഹം ദേവരാജനുണ്ടായിരുന്നു. കാരണം അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ്, യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ഒരു കത്തിലൂടെ ഇങ്ങനൊരു താല്പര്യം ദേവരാജനോട് പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വയലാറിൻ്റെ ഒരു സുഹൃത്തും ഇങ്ങനെ ഒരു പയ്യനുണ്ട്, നന്നായി പാടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ 2 പേരും കൂടെ ചേർന്നിട്ടാണ്, അതായത് വയലാറും ദേവരാജനോട് ചേർന്നിട്ടാണ് കുഞ്ചാക്കോയോട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. പക്ഷേ കുഞ്ചാക്കോ അപ്പം തന്നെ നിരാകരിച്ചു. അങ്ങനെ ഒരു പുതിയ ആളിന് വേണ്ടി അങ്ങനെ ഒരു പരീക്ഷണത്തിനൊന്നും പറ്റില്ല. പിന്നെ അവർ പലതരത്തിൽ പറഞ്ഞു നോക്കി. അവസാനം ജാതി കാർഡ് വരെ ഉപയോഗിച്ചു. നല്ലൊരു കത്തോലിക്കനാണ് എന്നുള്ള നിലയ്ക്ക് പോലും പറഞ്ഞിട്ട് പോലും കുഞ്ചാക്കോ വഴങ്ങിയില്ല. പിന്നെ ഒടുവിൽ അതിലെ ഒരു പാട്ടിലൊരു അശരീരി ഒരു വാചകവും, അതുപോലെ തന്നെ അതിലെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ട്, ഒരു ഏത് ജിക്കിയും സുശീലയും ഒക്കെ കൂടെ യേശുദാസും കൂടെ ചേർന്ന് പാടുന്ന ഇതിൽ ആ പാട്ടിലും ഒരു അവസരം, ഏത് പഞ്ചാരപ്പാഴൽ മിഠായി ആർക്ക് തരും എന്ന് പറയുന്നത്, അതിൽ ആകെ യേശുദാസിനുണ്ടായിരുന്ന ഒരു വരി മാത്രമാണ് സ്വതന്ത്രമായി പാടുന്നത്. പപ്പയല്ലേ കൊണ്ടു തന്നത് കുഞ്ഞുടുപ്പ്. അങ്ങനെ ഒരു ചെറിയൊരു അവസരം മാത്രമാണ് കിട്ടിയത്. പക്ഷേ അതിലൊരു പാട്ട് യേശുദാസിന് കൊടുക്കാൻ്റെ അവസരം വീണ് കിട്ടി. അത് എന്ന് പറയുന്നതിൻ്റെ അവസാനം, ആ ചിത്രത്തിൻ്റെ അവസാനം ഒരു ശവമടക്ക് രംഗമുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ റീമിക്സ് നടക്കുന്ന സമയമാണ്. കുഞ്ചാക്കോ ആലപ്പുഴയിലാണ്. ദേവരാജൻ വിളിച്ചിട്ട് കുഞ്ചാക്കോയോട് പറയുന്നു, ഇത് ഒരിത്തിരി നീണ്ട ഒരു രംഗമാണത്, അത് ഒരു പാട്ടവിടെ ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ വല്ലാണ്ട് ലാഗിയും എന്ന് പറയുമ്പോൾ കുഞ്ചാക്കോ പറഞ്ഞു, അത് പിന്നെ ഇപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, കുട്ടനിവിടെ ഉണ്ടല്ലോ, ഞാൻ എഴുതിച്ചോളാം, പിന്നെ ആരെങ്കിലും കൊണ്ട് ഞാനത് പാടിച്ചോളാം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് യേശുദാസിനെ കൊണ്ട് ആ പാട്ട് ആണ് ദയാപരനായ കർത്താവേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അതാണ് പൂർണ്ണമായും യേശുദാസ് അതിൽ പാടിയ പാട്ട്. പിന്നീട് കുഞ്ചാക്കോയുടെ അല്ലെങ്കിൽ ഉദയായുടെ ഒരു സിനിമയും യേശുദാസിൻ്റെ ഗാനങ്ങളില്ലാതെ ഒരു ചിത്രവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടും ഉദയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മറ്റ് കൂട്ടുകെട്ടുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ചിത്രങ്ങളിലും വയലാർ ദേവരാജൻ ടീം ഉണ്ടായിരുന്നു. വീണ്ടും നമുക്ക് ഒരു ഗാനത്തിലേക്ക് പോകാം. വയലാർ ദേവരാജൻ ടീമിൻ്റെ മറ്റൊരു മനോഹരമായ ഗാനം, അനാവൃത ശൃംഗാരത്തിൻ്റെ അല്ലെങ്കിൽ ഉദാത്ത ശൃംഗാരത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയാവുന്ന തങ്കത്തളികയിൽ പൊങ്കലുമായി വരും തൈമാസ തമിഴ് പെണ്ണെ. ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത് അമർനാഥാണ്. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനങ്കമന്ത്രമുണ്ടോ?
തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോൾ ഇന്ന് മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴത്താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈതരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. പുലരിപ്പൂമുഖ മുറ്റത്തെ കാലത്ത് പുറംതിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ നീ അരിപ്പൊടി കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്കമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. താങ്ക് യു അമർനാഥ്. ഒരിക്കൽ ദേവരാജൻ മാസ്റ്ററോട് ഒരാൾ ചോദിച്ചു, സംഗീത ജീവിതത്തിൽ താങ്കൾക്ക് ആരോടെങ്കിലും കടപ്പാടുണ്ടോ? മാസ്റ്റർ പറഞ്ഞു, ഉണ്ട്. 3 പേരോട്. KS ജോർജിനോട്, CO ആൻഡയോട്, KPSC സുലോചനയോട്. കാരണം എൻ്റെ കലാജീവിതത്തിൻ്റെ ആദ്യകാലത്ത് എൻ്റെ നാടകഗാനങ്ങളെ നേരിട്ട് പാടി ജനങ്ങളിലേക്ക് എത്തിച്ചത് അവരാണ്. അവരോടെനിക്ക് കടപ്പാടുണ്ട്. കടപ്പാടും സ്നേഹവും കരുതലുമൊക്കെ എന്നും ദേവരാജൻ മാസ്റ്റർക്കുണ്ടായിരുന്നു. CO ആൻഡോ രോഗാതുരനായി കിടക്കുമ്പോൾ അവിടെ ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തിന് ധനസഹായം നൽകിയിരുന്നു. അതുപോലെ KPSC സുലോചന, അവരുടെ മകളുടെ അതോ മകൻ്റെയോ വിവാഹം, അത് ദേവരാജ മാസ്റ്ററോട് പറഞ്ഞില്ല. എന്നാൽ കല്യാണ ദിവസം മദ്രാസിൽ നിന്ന് ദേവരാജ മാസ്റ്റർ കല്യാണത്തിന് വന്നു. കല്യാണ പന്തലിൽ അവിചാരിതമായി ദേവരാജ മാസ്റ്ററെ കണ്ട KPSC സുലോചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാസ്റ്ററുടെ കാലിൽ തൊട്ട് ക്ഷമ ചോദിച്ചു. അതുപോലെ ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ആളുകളുടെ കാര്യത്തിലും ഒരു കരുതലും അല്ലെങ്കിൽ ഒരു സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു. MS ബാബുരാജിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിന് അതിന് മുന്നിൽ നിന്നയാൾ ദേവരാജൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ സാബിറയുടെ വിവാഹ പിറ്റേന്ന് മദ്രാസിൽ നിന്ന് ഒരു പാഴ്സൽ വന്നു. വിലപിടിപ്പുള്ളൊരു സാരി. അതിലൊരു കുറിപ്പുണ്ടായിരുന്നു, ആശംസകളോടെ G. ദേവരാജൻ. സാബിറ പറയുന്നു, ആ സാരി ഉടുത്താണ് പിറ്റേ ദിവസം സാബിറ ഭർത്താവിൻ്റെ
വീട്ടിലേക്ക് പോയത്. അതുപോലെ സംവിധായകൻ ഹരിഹരൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ബാബുരാജ് അവസാനമായി സംഗീതം നിർവഹിച്ചത് ഹരിഹരൻ്റെ യാകാശം എന്ന ചിത്രത്തിലാണ്. അതിൽ 4 പാട്ടുകളുണ്ടായിരുന്നു. 3 പാട്ടുകൾ MS ബാബുരാജ് ചിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ശരിക്കും ഹോസ്പിറ്റലൈസ്ഡായി. 4ാമത്തെ ഗാനം ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ദേവരാജനെ സമീപിച്ചു. ദേവരാജൻ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, ഇതിലെ 4 പാട്ടുകളും ബാബുരാജിൻ്റെ പേരിലാവണം വരേണ്ടത്. 3 പാട്ട് ബാബുരാജിൻ്റെ പേരിലും മറ്റൊന്ന് വേറൊരാളുടെ പേരിലും വരുന്നത് ശരിയല്ല. എനിക്കുള്ള ബാബുരാജിനോടുള്ള സമർപ്പണമായിക്കോട്ടെ ആ ഗാനം എന്നാണ് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞത്. അതുപോലെ തന്നെ സിനിമ സംഗീത ലോകത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള വലിയൊരു ശ്രമം ഒരിക്കൽ അദ്ദേഹം നടത്തിയിരുന്നു. മലയാള സിനിമാ ഗാനത്തിൻ്റെ 50ാം വാർഷികം ഒരു വലിയ ഒരു സംഭവമായി തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ ദേവരാജൻ സംഘടിപ്പിക്കുമ്പോൾ അതിലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അതിലെ തുക മലയാള സിനിമാ മേഖലയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. വീണ്ടും നമുക്കൊരു ഗാനത്തിലേക്ക് പോകാം. പി ഭാസ്കരൻ്റേതാണ് രചന. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധികൾ ചാലിച്ച സിന്ദൂരം. നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നത് വിജിയാണ്. നമുക്ക് ആ ഗാനം എന്ന് കേൾക്കാം. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. എൻ്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണൻ്റെ കളിത്തോഴൻ. എൻ്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണൻ്റെ കളിത്തോഴൻ. കണ്ണിനാകെ കതിരൊളി വീശി വന്നു കയറി പോയി. കണ്ണിനാകെ കതിരൊളി വീശി വന്നു കയറി പോയി. പാ മപനി പാ ഗ ഗ ഗ മരി സ മരി പാ നീ ധ നീ സാ മാരി നീ സ നീ ധ നീ നീ സാ നീ നീ മ പ ഗ മരി സ നീ സ മരി പ മ പ നീ ധ നീ നീ സ നീ രി ഗ മരി സ നി ധ നി നി സ നി പ മ പ ഗ മരി സ മാരി പ മ നി ധ നി സ മരി പ ഗ മരി സ നി
ഗമരി സരി രി നി സരി സ നി പ മ നി പ നി ധ നി നി സ നി പ നി ധ നി നി സ നി പ നി ധ നി നി സ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട് പൊന്നിലഞ്ഞികൾ പന്തലൊരുക്കി കർണികാരം താലമിടുത്തോ പൊന്നിലഞ്ഞികൾ പന്തലൊരുക്കി കർണികാരം താലമിടുത്തോ പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരിത്തിരി നീട്ടി പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരിത്തിരി നീട്ടി ആ ആ ആ ആ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. താങ്ക് യു വിജി. നല്ല കാവ്യബോധമുള്ളൊരു സംഗീതജ്ഞനായിരുന്നു ദേവരാജ മാസ്റ്റർ. MD രാജേന്ദ്രൻ പറഞ്ഞ ചില അനുഭവങ്ങളുണ്ട്. അവരൊരുമിച്ച ആദ്യ ചിത്രം ശാലിനി എൻ്റെ കൂട്ടുകാരി, അതിലെ തുമ്പുകെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരില ചൂടി, ആ പാട്ട് ദേവരാജൻ മാസ്റ്ററുടെ കയ്യിലേക്ക് കൊടുക്കും. അദ്ദേഹം ഒന്ന് വായിച്ചിട്ട് തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ, ഇതിനൊരു തുമ്പില്ലല്ലോടാ എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചിട്ടാ ഇതിൻ്റെ തന്ത എവിടെ? ദേവരാജ മാസ്റ്റർ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം MD രാജേന്ദ്രന് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഇതിന് ഒരു തലക്കെട്ട് വേണം ഒരു പാട്ടിന്. നീ ശ്രദ്ധിച്ചിട്ടില്ല വയലാറിൻ്റെ ചില പാട്ടുകൾ? ചക്രവർത്തിനി, സന്യാസിനി, വസുമതി, ഇങ്ങനെയൊക്കെയല്ലേ പാട്ടുകൾ തുടങ്ങുക? പ്രേമഭിക്ഷുകി, അതുപോലൊന്ന് തുടങ്ങണം ഈ പാട്ടും. എന്നിട്ട് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു സുന്ദരി. സുന്ദരി, ആ പാട്ട് അങ്ങനെയല്ലേ തുടങ്ങണേ? നിൻ തുമ്പു കെട്ടിയിട്ട, ആ വാക്ക് വരുന്നതോടുകൂടി അത് മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് ആ പാട്ട്. അതുപോലെ തന്നെയാണ് അതിലെ മറ്റൊരു പ്രസിദ്ധമായ ദേവരാജ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ഈ കവിതകൾ, അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള കവിതകളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇത് കവിതകൾ ഗാനങ്ങളായി ചിട്ടപ്പെടുത്തിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ ഒന്നുണ്ട്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നൊരു എന്ന് തുടങ്ങുന്ന ആ പാട്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആദ്യ വരികൾ MD രാജേന്ദ്രൻ എഴുതിയത് അങ്ങനെ ആയിരുന്നില്ല. കുളിരുള്ള രോമൽ പ്രഭാതത്തിൽ ഇന്നലെ കനകലതേ നിന്നെ കണ്ടു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ഋതുകന്യ പോലെ നീ നിന്നു എന്നായിരുന്നു അത്ര ആദ്യം എഴുതി കൊടുത്തത്. ആ കവിത മൊത്തം ഒന്ന് വായിച്ചിട്ട്
ദേവരാജ മാസ്റ്റർ പറഞ്ഞു, എടാ ഇത് ഈ ലതയും അമ്മിണിയൊന്നും വേണ്ട, നീ അതിലെ ആദ്യത്തെ 2 വരി അങ്ങ് മാറ്റ്. അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ MD രാജേന്ദ്രൻ അതിലെ വരികൾ മാറ്റി കൊടുത്തു. അങ്ങനെയാണത് കാളിദാസനിലേക്കും ഹിമപുത്രിയിലേക്കും പ്രഥമോദ ബിന്ദുവിലേക്കുമൊക്കെ പോകുന്നത്. കുമാരസംഭവത്തിലെ വളരെ പ്രസിദ്ധമായ ആ മഴത്തുള്ളി, അതായത് എന്താണ്, പഞ്ചാഗ്നി മധ്യത്തിൽ ശിവനെ തപസ് ചെയ്യുന്ന പാർവതിയുടെ എന്താണ് കൺപീലികളിലേക്ക് ആദ്യം പതിക്കുന്ന ആ മഴത്തുള്ളി, അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്ന വളരെ ഹൃദ്യമായൊരു വർണ്ണനയുണ്ടല്ലോ. അത് വയലാറിൻ്റെ ഒരു പാട്ടിൽ ഇത് വന്നിട്ടുണ്ട്. അതിലത് വയലാർ പവിഴ മഴത്തുള്ളി എന്നാണ് പറയുന്നത്. ആ പവിഴ മഴത്തുള്ളിയാണ് ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രഥമോദ ബിന്ദുവായി തീരുന്നത്. അങ്ങനെയാണ് ആ വരികൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന തരത്തിൽ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നൊരു എന്ന് തുടങ്ങുന്ന ആ പാട്ടിന് ആ വരികളിൽ അങ്ങനെയാണ് മാറ്റം വരുന്നത്. അത് മറ്റ് പല, അതുപോലെ തന്നെ വയലാറിൻ്റെ പാട്ടുകളിൽ പോലും ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ദേവരാജ മാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വയലാറിന് ദേശീയ അംഗീകാരം കിട്ടിയ പാട്ടുണ്ടല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ആ പാട്ടിൽ 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഈശ്വരന്മാരെവിടെ എന്നാണ് അത്ര ആദ്യം വയലാർ എഴുതിയിരുന്നത്. അപ്പോൾ ദേവരാജ മാസ്റ്ററാണ് പറഞ്ഞത് അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ദേവരാജ മാസ്റ്ററാണ് അത്ര ഈ വാക്ക് നിർദ്ദേശിച്ചത്. 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോരവതാരങ്ങൾ എവിടെ എന്ന് മാറ്റിയത്. അപ്പോൾ ആ ഒരു മാറ്റം വന്നപ്പോൾ ആ പാട്ടിൽ വന്നൊരു മാറ്റം നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ വാക്കിന് പകരം ഈ ഒരു വാക്ക്. അപ്പോൾ ഇത്തരത്തിൽ നല്ല കാവ്യബോധം ഉണ്ടായിരുന്ന ഒരു സംഗീതജ്ഞനാണ് ദേവരാജ മാസ്റ്റർ. നമ്മൾ ഈ പറഞ്ഞ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നൊരു എന്ന് തുടങ്ങുന്ന ആ പാട്ട് നമുക്ക് സ്മിതയുടെ ശബ്ദത്തിൽ കേൾക്കാം. അതിനുശേഷം നമുക്ക് മടങ്ങി വരാം. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീ ഒരു നീലാഞ്ജന തീർത്ഥമായി, പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി, പീയൂഷവാഹിനിയായി. എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി, ബോധമബോധമായി മാറും ലഹരിതൻ സ്വേദ പരാഗമായി മാറി. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ, നിങ്ങൾ വരില്ലയോ കൂടെ, നിങ്ങൾ വരില്ലയോ കൂടെ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി
അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു, പ്രഥമോദ ബിന്ദുവായി തീർന്നു. താങ്ക് യു സ്മിത. ദേവരാജൻ മാസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്ന രീതിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് തികഞ്ഞ ഏകാന്തത ആവശ്യമായിരുന്നു എന്നാണ്. പലപ്പോഴും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം പാട്ടുകൾ ചിട്ടപ്പെടുത്തുക. കിടന്നുറങ്ങിയ ശേഷം രാവിലെ ഉണർന്നതിന് ശേഷം അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പാട്ട് അദ്ദേഹം തന്നെ ഒന്ന് ഓർത്തു നോക്കും. അതിൻ്റെ ഈണം അദ്ദേഹത്തിന് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പാട്ട്, ആ ഈണം അദ്ദേഹം അപ്പോഴേ ഉപേക്ഷിക്കും. അദ്ദേഹം പറയുന്നത്, എനിക്ക് പോലും ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പാട്ട് എങ്ങനെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആളുകൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത് എന്നാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള രസകരമായൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു പാട്ട് ആദ്യം എൻ്റെ വായ് കൊണ്ട് പാടും, അതിലെനിക്ക് തൃപ്തി വന്നില്ലെങ്കിൽ ഞാനത് എൻ്റെ ഹൃദയം കൊണ്ട് പാടും. അപ്പോൾ ഞാൻ ആ പാട്ട് കേൾക്കുന്നത് സുശീലയുടെ ശബ്ദത്തിലാണ് എന്നാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികമാരിൽ ഒരാൾ സുശീലയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ആ സ്ഥാനത്തേക്ക് മാധുരി വന്നു. എസ് ജാനകിയെ സംബന്ധിച്ചിടത്തോളം ദേവരാജ മാസ്റ്ററുടെ അധികം പാട്ടുകൾ അവർ പാടിയിട്ടില്ല. ദേവരാജ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, എസ് ജാനകിയുടെ ആലാപന രീതിയേക്കാളും എൻ്റെ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദം മാധുരിയുടേതും സുശീലയുടേതുമാണ് എന്നാണ്. എന്ന് കരുതി എസ് ജാനകിയുടെ പല പാട്ടുകളും മാസ്റ്റർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാബുരാജിൻ്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ വാസന്ത പഞ്ചമി നാളിൽ, അതുപോലെ തന്നെ അഞ്ജന കണ്ണെഴുതി, ഈ ഗാനങ്ങളൊക്കെ തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ദേവരാജ മാസ്റ്ററുടെ മറ്റൊരു പ്രത്യേകത, നേരത്തെ കൂട്ടി സംവിധായകരെ ട്യൂൺ കേൾപ്പിക്കുന്ന ഒരു രീതി ദേവരാജ മാസ്റ്റർക്കുണ്ടായിരുന്നില്ല. പലപ്പോഴും മറ്റ് സംഗീത സംവിധായകരൊക്കെ പല ട്യൂണുകൾ ഉണ്ടാക്കി അത് സംവിധായകനെ കേൾപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം പാട്ട് സെലക്ട് ചെയ്യുന്ന രീതിയാണുള്ളതെങ്കിൽ ഒരിക്കലും ദേവരാജ മാസ്റ്റർ അതിന് തയ്യാറായിരുന്നില്ല. താൻ ചിട്ടപ്പെടുത്തുന്ന പാട്ട്, അതിനു മുമ്പ് ഇതിൻ്റെ പാട്ടിൻ്റെ രംഗവും കഥയും ഒക്കെ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായ ട്യൂണാണ് അദ്ദേഹം ഗാനങ്ങൾക്ക് നൽകിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 3 ട്യൂണുകൾ രൂപപ്പെടുത്തിയ ശേഷം അത് ആ ചിത്രത്തിൻ്റെ സംവിധായകനെ അദ്ദേഹം കേൾപ്പിച്ചു. അത് ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറയുന്ന സിനിമയാണ്. സംവിധായകൻ KS സേതുമാധവൻ. ഈ 3 ട്യൂണുകൾ കേൾപ്പിച്ച ശേഷം ദേവരാജ മാസ്റ്റർ തന്നെ പറഞ്ഞു, ഇതിൽ 2ാമത്തെ ട്യൂണായിരിക്കും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവനും അതിനോട് യോജിച്ചു. അത് തന്നെ, അങ്ങനെ ആ ട്യൂൺ സെലക്ട് ചെയ്യായിരുന്നു. ആ പാട്ട് പൂന്തേനരുവി എന്ന എക്കാലത്തെയും ഹിറ്റ് ഗാനമാണ്, നമ്മൾ ഈ സൂചിപ്പിച്ച ഗാനം. അത് നമുക്ക് വേണ്ടി പാടുന്നത് അഖിലയാണ്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി പൊന്മുടി
നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു. പൂനിലവലക്കിയ പുളിയിലക്കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ, പൂക്കളിറുത്തു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ ആഹാ ആഹാ, ഓഹോ ഓഹോ ഓ, പൂന്തേനരുവി. മടിയിൽ പളുങ്കു കിലുങ്ങി, നീല മിഴികളിൽ കനവു തിളങ്ങി. മടിയിൽ പളുങ്കു കിലുങ്ങി, നീല മിഴികളിൽ കനവു തിളങ്ങി. കാമിനി മണിമാരിൽ പുളകങ്ങൾ ഉണർത്തുന്ന കഥകൾ പറഞ്ഞു മയങ്ങി നമ്മൾ, കവിതകൾ പാടി മയങ്ങി. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ ആഹാ ആഹാ, ഓഹോ ഓഹോ ഓ, പൂന്തേനരുവി. പൊന്മുടിപ്പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി. താങ്ക് യു അഖില. എഴുതി കിട്ടിയ അക്ഷരഭാഷ്യങ്ങളെ ഈണങ്ങളുടെ ചിറകിലേറ്റി ഘോഷിച്ച ജി ദേവരാജൻ, കാലാതിവർത്തിയായ അനശ്വര ഗാനങ്ങൾ തലമുറകൾക്ക് സമ്മാനിച്ച ആ സംഗീത ചക്രവർത്തിക്ക് പാട്ടിൻ്റെ വഴിയുടെ പ്രണാമം.